മെയ് മാസത്തിലെ ക്ഷേമ പെൻഷന്റെ വിതരണം ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ. 1600 രൂപ വീതമാണ് ഗുണഭോക്താവിന് ക്ഷേമ പെൻഷൻ വഴി ലഭിക്കുന്നത്. നിരവധി ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയോടൊപ്പം ഗുണഭോക്താവിന് നൽകാനുള്ള 3 മാസത്തെ കുടിശ്ശിക ഗഡുവിൽ നിന്ന് ഒരു ഗഡു കൂടി ഉൾപ്പെടുത്തി 3200 രൂപ വീതം മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന 60 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 1850 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. നൽകാനുള്ള 5 മാസത്തെ കുടിശ്ശികയിൽ 2 ഗഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലും ഒരു പെൻഷൻ കുടിശ്ശിക കൂടി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസം കുടിശ്ശിക നൽകുകയാണെങ്കിൽ 2 കുടിശ്ശികയാണ് ഇനി അവശേഷിക്കുക. ഈ 2 കുടിശ്ശിക തുടർന്നു വരുന്ന വിവിധ മാസങ്ങളിലായിരിക്കും ഗുണഭോക്താവിന് നൽകുക. ഈ സാമ്പത്തിക വർഷം തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് മുടങ്ങാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത്. ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3200 രൂപയുടെ വിതരണം ആദ്യം ലഭിക്കുക 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നവർക്കായിരിക്കും. പെൻഷൻ വിതരണം വ്യാഴാഴ്ച നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശനിയാഴ്ച ആയിരിക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ നേരിട്ട് ലഭിക്കുക. 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ വഴി ലഭിക്കുന്നത്. അതിന്റെയൊപ്പം ഒരു കുടിശ്ശിക കൂടി ഉൾപ്പെടെ 3200 രൂപയുടെ വിതരണം 2 തവണയായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക. 1600 രൂപ വീതം 2 തവണയായി ലഭിക്കും. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷൻ. നിരവധി ആളുകൾക്ക് ഈ പെൻഷന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ.